നമസ്കാരം. ലോകം ഉറ്റുനോക്കിയ ബംഗ്ലാദേശ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BNP വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്നു. താരിഖുർ റഹ്മാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കാൻ പോവുകയാണ്. നിർണായകമായ ജൂലൈ ചാർട്ടർ ഹിതപരിശോധനയിലും ബംഗ്ലാദേശ് ജനത യെസ് പറഞ്ഞു. ഇറാനു നേരെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി വിന്യസിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുകയാണ്. രണ്ടാമത്തെ ചർച്ചയ്ക്ക് മുമ്പ് പരമാവധി സമ്മർദ്ദം കടുപ്പിക്കുകയാണ് ട്രംപ്. ഈ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. ജൻസി പ്രക്ഷോഭത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി 3-2 ഭൂരിപക്ഷത്തോടെയാണ് വൻ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഖാലിദാസിയുടെ പിൻഗാമിയായി മകൻ താരിഖുർ റഹ്മാൻ വരുന്നു. ഖാലിദാസിയുടെ ദീർഘകാല ജയിൽ ജീവിതം പാർട്ടിയെ ക്ഷയിപ്പിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഈ ഫലം. ദീർഘകാലം പ്രവാസ ജീവിതം നയിച്ച താരിഖുർ റഹ്മാനെയും ജനം സ്വീകരിച്ചു. ബംഗ്ലാദേശിൽ സുസ്ഥിരതയും വികസനവും വേണമെന്ന ജനങ്ങളുടെ ആഗ്രഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. പ്രീപോൾ സർവേകളിൽ ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിനും വലിയ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു. ജമാഅത്തിന് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നേടിയതിനേക്കാൾ 3 ഇരട്ടി സീറ്റുകൾ ഇത്തവണ നേടാൻ കഴിഞ്ഞു. സഖ്യം 77 സീറ്റുകളിലാണ് വിജയിച്ചത്. ഹസീനയെ പുറത്താക്കിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി കൂട്ടായ്മ, നേതൃത്വം നൽകിയ NCP അടക്കം 11 പാർട്ടികൾ ജമാഅത്തിനൊപ്പമായിരുന്നു. ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ കാലത്ത് ജമാഅത്തിനെ നിരോധിച്ചിരിക്കുകയായിരുന്നു. നേതാക്കളെ ജയിലടക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഭൂരിപക്ഷം നേടിയാലും ഒരു ദേശീയ ഗവൺമെൻറ്റിനാണ് ശ്രമിക്കുക എന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഡോക്ടർ ഷഫീഖുർ റഹ്മാൻ്റെ വാഗ്ദാനം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോലെ തന്നെ നിർണായകമായിരുന്നു ബംഗ്ലാദേശിലെ ഭരണഘടനാ പരിഷ്കരണ ഹിതപരിശോധന. ജൻസി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി സംഘടനകളടക്കം മുന്നോട്ട് വെച്ചതാണ് ഈ നിർദ്ദേശങ്ങൾ. ജൂലൈ ചാർട്ടർ എന്നാണ് ഈ പരിഷ്കാരങ്ങളെ വിളിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന 84 പോയിന്റുകളാണ് ഈ ചാർട്ടറിൽ ഉള്ളത്. 64% ആളുകളും ഇതിനെ അനുകൂലിച്ച് യെസ് വോട്ട് രേഖപ്പെടുത്തി. രാജ്യം വീണ്ടും ഏകാധിപത്യത്തിലേക്ക് നീങ്ങാതിരിക്കാനുള്ള കരുതലാണ് ജൂലൈ ചാർട്ടറിലെ പ്രധാന നിർദ്ദേശം. പുതിയ സർക്കാർ ഈ ജനഹിതം എങ്ങനെ നടപ്പാക്കും എന്നതാണ് ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം. ഇറാൻ-US സംഘർഷം വലിയ പിരിമുറുക്കത്തിലാണ് ഇപ്പോൾ. ഒരു ഭാഗത്ത് നയതന്ത്ര ചർച്ചകളുടെ സമ്മർദ്ദം, മറുഭാഗത്ത് സൈനിക ഭീഷണി. ഇറാനെ വരുതിയിൽ നിർത്താൻ വലിയ ചരടുവലികൾ നടത്തുകയാണ് ഇസ്രായേൽ. രണ്ടാം വട്ട ചർച്ചയ്ക്ക് മുമ്പ് നെതന്യാഹു തിരക്കിട്ട് ട്രംപിനെ കണ്ടു. ഇറാനുമായി ഒരു നയതന്ത്ര കരാറിൽ എത്താനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചു. ഇറാനുമായി നിലവിൽ നടക്കുന്ന ചർച്ചകൾ തുടരണം എന്ന നിലപാടാണ് ട്രംപ് അവിടെ സ്വീകരിച്ചത്. ഇറാൻ-US രണ്ടാം വട്ട ചർച്ച അടുത്ത ദിവസങ്ങളിൽ ജനീവയിൽ നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് ഇറാനുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്താനാണ് അമേരിക്കയുടെ നീക്കം. അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാർഡ് ആർ ഫോർഡിനെ പശ്ചിമേഷ്യയിൽ വിന്യസിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ്. USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ മേഖലയിൽ നിലവിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഭരണമാറ്റമാണ് ഇറാനിൽ സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം എന്നും ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. ഇറാനും US-ഉം തമ്മിലുള്ള ചർച്ചകൾ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം അത് പൊളിച്ച ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്. കഴിഞ്ഞ വർഷം ഇറാൻ-US ആദ്യഘട്ട ചർച്ചകൾ കഴിഞ്ഞ് 3ാം ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. അമേരിക്കയെ കൂടി യുദ്ധത്തിലേക്ക് തള്ളിവിട്ടു ഇസ്രായേൽ. ഇസ്രായേലിന് കൈ പൊള്ളിയെങ്കിലും ചർച്ച പൊളിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. ഇറാനുമായി സമവായത്തിൽ പോകണമെന്നാണ് GCC രാഷ്ട്രങ്ങളടക്കം ട്രംപിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെയാണോ അറബ് രാജ്യങ്ങളെയാണോ ട്രംപ് കേൾക്കുക എന്ന് കാത്തിരുന്ന് കാണാം. വേൾഡ് വിത്തസ് പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30-നും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30-നും മീഡിയ 1 TV-യിൽ.